കൊച്ചിയിൽ നിന്നും രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, കൊച്ചിയാണ് അങ്ങേയറ്റം വേദനാജനകമായ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഈ ഭീകരാക്രമണത്തിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അവിടെ വിലപ്പെട്ട ഒരു ജീവനാണ് ഇന്നലെ പഹൽഗാമിൽ നഷ്ടമായത്. രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞത് പഹൽഗാമിൽ വെച്ചാണ്. അദ്ദേഹത്തോട് മതം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജനങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് അവിടെ പ്രതികരിക്കുന്നത്? നീലിമ പറഞ്ഞതുപോലെ തന്നെ എറണാകുളത്തിനും ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രനും പഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൃതശരീരം രാത്രി 7:30-ക്കുള്ള ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരിയിൽ എത്തും. അദ്ദേഹത്തിൻ്റെ മകൾക്ക് നേരെയും ഭീകരർ വെടിയുതിർക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ശ്രമം, അതായത് തോക്ക് ചൂണ്ടിയിരുന്നു. എന്തായാലും രാമചന്ദ്രനോട് പേര് ചോദിച്ചതിന് ശേഷം മതപ്രാർത്ഥന ചൊല്ലാമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഈ ഇത്തരത്തിൽ വെടിയുതിർത്തത്. താൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ തന്നെയായിരുന്നു ഭീകരർ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജില്ലയും ഈ പ്രദേശവും കടന്നു പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമചന്ദ്രൻ്റെ സ്വദേശമായിട്ടുള്ള ആ പ്രദേശത്തിനോട് ചേർന്നുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇവിടെ നിരവധി പേരുണ്ട്, രാമചന്ദ്രനെ അറിയാവുന്നവരുണ്ട്. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ പ്രദേശത്തും നിലവിലുള്ളത്. ചേട്ടാ, നമ്മുടെ ഒരു സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവൻ കൂടിയാണ് പൊലിഞ്ഞത്. രാജ്യം ഒന്നാകെ ഈ ദുഃഖത്തിൽ ദുഃഖാചരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭീകരർക്ക് നേരെയുള്ള തിരിച്ചടി ഉടനടി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനോട് എങ്ങനെയാണ് പ്രതികരണം? ഇടപ്പള്ളിക്കാരായ ഞങ്ങൾ ഒരു ഞെട്ടലോടെയാണ് ഞങ്ങളുടെ ചേട്ടനാണ് ഈ അപകടത്തിൽ പെട്ടതെന്ന് തിരിച്ചറിഞ്ഞത്. ഇതിനെ എന്ത് പറഞ്ഞ് അപലപിക്കണമെന്ന് അറിഞ്ഞുകൂടാ. നിരപരാധികളായ കുറച്ച് മനുഷ്യർ അവരുടെ നാട്ടിൽ ആ നാടിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടി ചെന്നതാണ്. അവരെന്ത് കുറ്റം ചെയ്തിട്ടാണ് ഈ നിഷ്കരുണമായ കൊലപാതകങ്ങൾ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോൾ വാർത്താ റിപ്പോർട്ടുകളെ വിശ്വസിക്കാമെങ്കിൽ പേര് ചോദിച്ച് പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞ് മതം തിരിച്ചറിഞ്ഞ് തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു രീതി, അത് ഇന്ത്യക്ക് മൊത്തമുള്ള ഒരു വാണിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തികച്ചും ക്ഷമിക്കാവുന്ന ഒന്നല്ല. അത് രാജ്യം ഇതിനെതിരെ കനത്ത നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. രാമചന്ദ്രൻ ചേട്ടനെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം, വളരെ അടുത്ത സുഹൃബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായിട്ടുള്ള ഒരാളല്ലായിരുന്നു. അതെ, അദ്ദേഹം ദേശീയവാദിയായിരുന്നു, പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു. നാട്ടുകാരെ എന്താവശ്യങ്ങൾക്കും ഒരു പുഞ്ചിരിയോടുകൂടി മുന്നിൽ നിന്ന ആളാണ്. രാജ്യം ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ ഭീകരവാദത്തെ ചെറുക്കണമെന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ചേട്ടാ, ഈ ഭീകരാക്രമണത്തിന്റെ വാർത്തകളൊക്കെ തന്നെ കേട്ടിരുന്നല്ലോ. ഈ ഘട്ടത്തിൽ എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഇതൊരു വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണത്. അതുകൊണ്ട് നമുക്കത് പ്രതികരിക്കാനായിട്ട് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ലല്ലോ. ഭീകരവാദത്തെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഒരു നാട്ടുകാരൻ കൂടി മരണപ്പെട്ടിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ഭീകരവാദത്തെ യാതൊരു ഘട്ടത്തിലും അതിനനുകൂലിക്കുന്നവരെയും വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ പറയുന്ന ഈ പ്രദേശത്തുള്ളവർക്കും ഓട്ടോ ഡ്രൈവർമാരായിട്ടുള്ള സാധാരണക്കാർക്കും ഉള്ളത്. ചേട്ടാ, ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു. ഭീകരാക്രമണം ആരും അനുവദിക്കാനില്ലല്ലോ, ആരും കൊല്ലാൻ പാടില്ലല്ലോ. അത് ആരും നടത്തിയാലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. രാജ്യത്തിനൊപ്പം തന്നെ നിൽക്കണം. രാജ്യത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. സംശയം എന്താ? അവിടെ ഇന്ന ആളെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആര് തെറുത്ത് തോൽപ്പിക്കണം. നമുക്ക് സൗഹൃദമായിട്ട് ജീവിക്കണം എല്ലാവരും. അതാണ് സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം. അത് വേണം. പല ആളുകൾ ടൂറിനൊക്കെ പോകണമല്ലേ, പല സ്ഥലത്ത് പോകണമല്ലേ. അപ്പോൾ അത് അനുസരിച്ച് സുരക്ഷിതം വേണം. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വേറെ ടൂറിനൊക്കെ പോകാൻ പറ്റുമോ? ഫാമിലിയായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അത് ഇവിടുത്തെ ഗവൺമെൻറ്റും അതിന് സ്ട്രോങ് കാണിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റും അതിൻ്റെ ഉള്ള ഇതൊക്കെ കണ്ടുപിടിക്കണം. സംഭവിച്ചു കഴിഞ്ഞിട്ട് അവർ ഇപ്പോൾ പ്രതിരോധം കുറയണമല്ലേ. അപ്പോൾ അതിനുള്ള സംവിധാനം കൊണ്ട് കൂടുതൽ ഒരുക്കണം. അതാണ് പറയുന്നത്. നീലിമ, അതിസാധാരണക്കാരായിട്ടുള്ള ആളുകളെ തന്നെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. വിനോദസഞ്ചാരികളായിട്ടുള്ള, അതായത് ആ നാട് കാണാൻ പോയവരെ തന്നെയാണ് ഭീകരവാദികൾ തെരഞ്ഞു പിടിച്ച് വളരെ ആസൂത്രിതമായിട്ട് കൊന്നൊടുക്കിയിട്ടുള്ളത്. അതിനെതിരായി ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ചേട്ടാ, ഈ പഹൽഗാമയിൽ ഉണ്ടായ, ബൈസറൻ വാലിയിൽ ഉണ്ടായ ഈ ഒരു ഭീകരാക്രമണത്തെ ഏത് വിധത്തിലാണ് കാണുന്നത്? അത് തികച്ചും പാകിസ്ഥാൻ മൂട്ടഡായ, പാകിസ്ഥാൻ്റെ മിലിറ്ററി തന്നെ എൻഗേജ് ചെയ്തൊരു വാറ് തന്നെയാണെന്ന് പറയാം. നമുക്കെതിരെയുള്ളൊരു വാറ് തന്നെയാണ്. അത് തിരിച്ചടി ശക്തമായി കൊടുക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഉള്ളിൽ കയറി
ഒരു മിലിറ്ററി ഓപ്പറേഷൻ പോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ഭീകരവാദം അവിടെ അവസാനിച്ചു എന്ന് കഴിയും. ഒരു 2.5 കോടി ജനങ്ങളാണ് അവിടെ ടൂറിസ്റ്റ് ആയിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. അതിനെ നിർത്താൻ വേണ്ടിയും വീണ്ടും അൺറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് അവർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്ന സമയം, ഇന്ത്യയും സൗദി അറേബ്യയുമായി നല്ലൊരു ടൈപ്പ് ഉണ്ടാവാൻ പോകുന്ന സമയം, ഈ സമയം കണക്കാക്കിക്കൊണ്ട് അവരൊരു ഭീകരാക്രമണം പ്ലാൻ ചെയ്തേക്കാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന് സീനിയർ ആർമി ഓഫീസേഴ്സ് ഒക്കെ പറയുന്നത് ഇത് കൃത്യമായി പാകിസ്ഥാൻ തന്നെ പ്ലാൻ ചെയ്തതാണ്. അവർക്ക് കൃത്യമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ആർമി തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ ഒരു ആക്രമണത്തിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവരോട് പേര് ചോദിച്ചിട്ട് മതം ചോദിച്ചിട്ടൊക്കെയാണ് കൊലപ്പെടുത്തുന്നത്. അത് വിവിധതര ഇതുണ്ട്, അതിനകത്തൊരു പ്രത്യാഘാതമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് മതം ചോദിക്കുന്നു, ആളെ തിരിച്ചറിയുന്നു, ആളോട് ചോദിക്കുന്നു നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നു, ഇന്ന മതത്തിലുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അവർ ഏത് മതത്തിലുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മുടെ രാമചന്ദ്രൻ ചേട്ടനും അത് തന്നെയാണ് പറ്റിയിരിക്കുന്നത്. അദ്ദേഹം ഹിന്ദുവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അവിടെ നിന്ന്. അതും മകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അത് ചെയ്തത്. ഇത് വ്യക്തമായ ഒരു സന്ദേശം ഇന്ത്യക്ക് കൊടുക്കുകയാണ്. ഈ മതത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ള ഒരു വളരെ മോശമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ ഇവിടെ ഈ ആക്രമണത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. അത് ഗവൺമെൻറ് കൃത്യമായ ഒരു തിരിച്ചടി ഗവൺമെൻറ് അതിന് കൊടുക്കുമെന്നാണ് നമുക്ക് പ്രത്യാശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു തിരിച്ചടി വേണം എന്നുള്ള ഒരു പൊതുജനാഭിപ്രായം തന്നെയാണ് ഉയരുന്നത്. കാരണം അതിൽ യാതൊരു സംശയമില്ല. ചേട്ടാ, 27 സഹോദരങ്ങളെ നമുക്ക് നഷ്ടമായി, എന്താണ് പറയുന്നത്? വളരെ ദുഃഖമുളവാക്കുന്ന കാര്യമാണ്. കൂടെയുള്ളവർ മരിക്കുമ്പോൾ അതിൻ്റെ വിഷമം തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. ദൂരത്തുള്ളവർ മരിക്കുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് അറിയാം. ഒരു കുറ്റവും ചെയ്യാതെ, തെറ്റും ചെയ്യാതെ തൻ്റെ മകളുടെ മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിക്കേണ്ട ഒരു ഗതികേട് അങ്ങേർക്ക് വന്നതിൽ എല്ലാ ഭാരതീയർക്കും വളരെ സങ്കടമുണ്ട്. എത്രയോ ഭാരതത്തിൻ്റെ മക്കളെ മരണപ്പെട്ടു ഒരു കാരണവുമില്ലാതെ. 10-28 പേര് മരിക്കുക, അവരുടെ കുടുംബത്തിന് നാനാധാരമായി പോവുക ചില്ലറ കാര്യമല്ല. ഇതിന് ശക്തമായ തിരിച്ചടി നമ്മൾ നേരിടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഭീകരവാദത്തിനെതിരെ പൊരുതണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതെ രേഷ്മ, വളരെ കൃത്യമായി രാജ്യം പറയുന്നതും അതുതന്നെയാണ്. ഇവർക്ക്, ഈ ഭീകരർക്ക് മാപ്പ് നൽകരുത്, വളരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നത്.